ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് എന്താ ചെയ്യാൻ പോകണം അറിയോ? ഞങ്ങളിതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണേ. അപ്പോൾ ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒരു ഫലൂഡയാണ് ഞങ്ങൾ ചെയ്യാൻ പോണേ. അപ്പോൾ കുറച്ച് അധികം ഫ്രൂട്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടോ. എന്താ വൈപ്പല്ലേ പേരക്കൊക്കെ, വലിയ പേരക്ക. ഇത് പേരക്കല്ല കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടി പേരക്ക വെച്ചിട്ടുണ്ട. കുറച്ച് മുന്തിരി കൂടി കഴുകല്ലേ മനു? കറുപ്പാടാ അത്, മുന്തിരി കളറ്. ഇത് ഞാനൊന്ന് കഴുകി വരാം, നമുക്ക് ഇതിക്കാനിടാട്ടോ. മുന്തിരി ഒരു 3-4 പ്രാവശ്യം കഴുകണം എന്നാണ്. കാരണം മുന്തിരി വെള്ള പൊടി ഉണ്ടാവും, അതിൽ അണുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ ഇത്രയും ഫ്രൂട്ട്സുകൾ ഞങ്ങൾ ഇനി ക്ലീൻ ഒക്കെ ചെയ്തെന്ന് അരിഞ്ഞെടുക്കാണ് കേട്ടോ. അത് തന്നെ നമുക്ക് ഈ പപ്പായൊക്കെ ഒന്ന് മുറിച്ചെടുത്താലോ? പഴുപ്പുണ്ടാവോ? ഇങ്ങനെ ഇനി അതിങ്ങനെ കൊണ്ടാ നല്ല ആളെ ഏൽപ്പിച്ച് തോരത്തണ്ടേ? ആ ചെത്താ. ഇത്ര വലുതാവുമ്പോഴേ കൈ പിടിക്കാൻ ഉണ്ടാവില്ല. നമുക്ക് ഈ അനാറൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അനാറ് റെഡിയാക്കാൻ എന്താ അറിയാം മനോ വഴി? അതിനെങ്ങനെ വരട്ട് കൊടുക്കണം രണ്ട് സൈഡിലെല്ലാം അങ്ങനെ ഈ എഡ്ജുകളിലൊക്കെ എന്നിട്ട് വിടർത്തിയാൽ മൊത്തം അങ്ങോട്ട് പോരും. നല്ല അടിപൊളി അനാറല്ലേ? ബട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വായിക്കും കൊണ്ടുപോകണ്ടല്ലേ? ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ നമുക്ക് വായിക്കൊണ്ടാക്കാൻ തോന്നുന്നത്? വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് പഴം അങ്ങോട്ട് അരിഞ്ഞാലോ? നാടൻ പഴമാണ്, പഴംപൊരി ഉണ്ടാക്കാൻ പറ്റിയ പഴം. നമ്മൾ പഴം മുഴുവനായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റിക്കുക. പപ്പായ എങ്ങനെ എടുത്തിട്ട് അത് അരിയുക. അത് നമ്മൾ അരിഞ്ഞില്ല, തോലുകൾ ചിട്ടല്ലേ ഉള്ളൂ. നല്ല പഴുത്തിട്ടുണ്ടല്ലേ? നല്ല രസം ഉണ്ടാവും തിന്നാനിപ്പോ. മാക്സിമം ചെറുതായിക്കോളി. അടുത്തതായിട്ട് മുന്തിരിങ്ങ നമ്മൾ അരിഞ്ഞെടുക്കാൻ പോവാണ്. മുന്തിരിങ്ങ അരിയണം നിർബന്ധം? അരിയണ്ടേ? അരിയണോ? അരിഞ്ഞാലേ അരിയല്ലേ? നമ്മൾ വിചാരിച്ച വെറൈറ്റി ആയി സാധനം കിട്ടുള്ളൂ. എന്തൊക്കെയാണ് അപ്പൊ വിചാരിച്ച് മനസ്സിലെന്തോന്ന് വിചാരിച്ചിട്ടുണ്ട് മനു അല്ലേ? ഞാൻ വിചാരിച്ചത് തന്നെ അതൊക്കെ തിന്നണം, അതാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. ഇത് ലാസ്റ്റ് എന്താവും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പൊ നമ്മളെ മുന്തിരിയും കൂടി ഇതാ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുന്തിരി കഴിഞ്ഞ സ്ഥിതിക്ക് ഓറഞ്ച് ഒഴിക്കാം. ഓറഞ്ച് ഇതാ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ആപ്പിൾ അരിഞ്ഞെടുത്താലോ? യെസ്.
ആപ്പിൾ കഴിഞ്ഞ്. അതെ, ഇനി നമ്മള് പേരക്കയാണ് അരിയാൻ പോണത്. ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മള് അരിയുന്നത്, കാരണം ഇത് അത്യാവശ്യം വലിപ്പമുള്ള സാധനല്ലേ. നമുക്ക് അരിയുമ്പോ തന്നെ പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ അരിയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഈ തലഭാഗം അരിയാ, ഭയങ്കര ഉറപ്പാണ്. ഇത് ഇങ്ങനെ ആദ്യം തന്നെ തലഭാഗം അരിഞ്ഞ് വെക്കുക. പഴുത്തതട്ടമനു ഇതിനുള്ള ഈ ഒരു കുരും ഈ ഒരു സംഭവങ്ങളും കൂടി നമ്മൾ സ്കൂപ്പ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യണേ. ഒരു പാത്രത്തേക്ക് ഇടാം, മൊത്തം എടുക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന്. പഴുത്ത നല്ല സുഖമുണ്ടല്ലോ എടുക്കാൻ, പച്ച നല്ല റിസ്ക് ഉണ്ട്. മാക്സിമം നിന്ന് ചുരണ്ടെടുക്കണം അല്ലേ മനു? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മൊത്തം കഴമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ, കഴമ്പ് മാത്രം എടുത്തിട്ട് ഇതിൻ്റെ ഈ പുറം ഭാഗത്തുള്ള ഇത് മാത്രമാക്കി നമ്മൾ മാറ്റി വെക്കഴിഞ്ഞത്. കിട്ടണൊക്കെ പച്ച കേട്ടോ, നിങ്ങൾക്ക് കിട്ടണൊക്കെ പഴുത്തൂല്ലേ. നമ്മൾ പേരയ്ക്ക മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞു, അതിൻ്റെ ഉള്ളിലത്തൊക്കെ ചുരണ്ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിൻ്റെ ജാറിൽ പാലൊഴിച്ചിട്ട് അടിച്ചോണ്ട്. അപ്പം നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ വൃത്തിയാക്കി വെച്ച ഈ ഒരു പേരക്കേൻ്റെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഈ പാത്രത്തിനുള്ളിലേക്ക് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ പേരക്കേൻ്റെ ജ്യൂസില്ലേ, അതായത് മിക്സിയിൽ അടിച്ച് വെച്ചേ അതാണ് കേട്ടോ ഒഴിക്കണേ. ഇതിൽ ഞാൻ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, തണുപ്പുണ്ടാവില്ല. കുറച്ച് തരും ഒഴിച്ചില്ലേ, കുറച്ച് തരും. അടുത്തായിട്ട് നമ്മൾ ഓറഞ്ച് ആട്ടിടണേ, പിന്നെ മുന്തിരി, നമ്മൾ പപ്പായൻ്റെ ഇതൊന്ന് കുറച്ചെടുക്കുക, ഇട്ടുകൊടുക്കുക. പിന്നെ അത് അവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് നമ്മൾ അണ്ടിപ്പരിപ്പ് പൊരിച്ചത്. പിന്നെ ഇതാ കിവി, ഉണക്ക കിവി അതിട്ട് കൊടുത്തോ. നീ പഴട്ടാലോ. ഇനി അനാറ്, പിന്നെ ആപ്പിള് ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് സാധനം. പിന്നെ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഐസ്ക്രീമും കൂടി കണ്ടിട്ടല്ലേ. ഇതിക്ക് നമ്മൾ കുറച്ച് അനാറും കൂടി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ വേഫറും കൂടി ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫലൂഡ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ മക്കളും കുട്ടികളും നമ്മൾ കുറേ കാലമായിട്ട് നന്ദുവിനെ കണ്ടിട്ടില്ല ആരും. നന്ദു വന്നിട്ടുണ്ട്. അപ്പോൾ ചിന്ന ടേസ്റ്റ് ചെയ്യാലോ എല്ലാവർക്കും? അത് നന്ദുവിന് കൊടുക്കട്ടെ. നന്ദു നമ്മളിപ്പോ കുറേ കാലമായിട്ട് എടുത്തോളി. കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, തിന്നാനിങ്ങനെ കൊതിയാകുക. ആദ്യം സ്റ്റിക്ക് കാണാൻ തന്നെ കിട്ടുമല്ലേ. ഈ സ്റ്റിക്ക് കൊണ്ട് ഇതൊക്കെ ഒന്ന് ഡൈലൂട്ട് ചെയ്താൽ കേട്ടോ, കാരണം അതിൻ്റെ അടിയിലാണ് നമ്മളെ പേരക്കേൻ്റെ ജ്യൂസൊക്കെ ഉള്ളത്. നന്ദുവിന് അറിയില്ലല്ലോ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നല്ലേ. പേരക്കേൻ്റെ പാല് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസ് അടിച്ച ആദ്യം. അടിപൊളി സാധനം കേട്ടോ. പറയും മക്കളത്തെ എല്ലാരും ഒന്നും മൈൻഡന്നെ ചെയ്യണില്ല. അങ്ങനെ ഇളക്കിട്ട് കഴിക്കും ഇട്ടോ. എല്ലാരും പോയി ഉണ്ടാക്കിക്കോളി. ഇത്ര ഇപ്പൊ പറയാൻ പറ്റൂ. ഈ കോവയ്ക്ക ഇപ്പൊ സീസണാണ്. കൊറേ കോവയ്ക്കോ ഈ പേരക്ക ഇപ്പൊ സീസണാന്ന് തോന്നുന്നു, കാരണം എല്ലായിടത്തും ഇപ്പൊ ഒരുപാട് കിട്ടാണ്ട്. അപ്പം നമ്മൾക്കൊന്നും വേസ്റ്റ് ചെയ്യാണ്ടാവില്ല. ഇതാകുമ്പോ ഫുള്ള് കഴിക്കാം, കപ്പടക്കം കഴിക്കാം. അതെ. പിന്നെ പേരക്ക ഇങ്ങനെ മാത്രം കഴിച്ചാൽ പോരെ, എന്തിനാ അത്ര റിസ്ക് എടുക്കണമെന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. പക്ഷെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കഴിക്കണമല്ലോ അല്ലേ നന്ദു? എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ പരീക്ഷിച്ചിട്ട്. ഇതിലേക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് പ്രത്യേകമായിട്ട് തോന്നണേ, നമ്മൾ ഈ പേരക്കേന്റെ ആ ഒരു ജ്യൂസ് അടിയിൽ അടിച്ച് ഒഴിച്ചല്ലോ,
അത് വല്ലാത്തൊരു ടേസ്റ്റ് ആയി തോന്നിക്ക്. പാലും കൂടി കൂട്ടിയിട്ടേ മിക്സ് ചെയ്തപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തിനേറെ പറയണു, ഞങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലയിലിരിക്കല്ലേ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവർക്കും മക്കൾസ് ഇഷ്ടായോ? അപ്പൊ ഇത് ഫുള്ള് തിന്നു കഴിഞ്ഞാൽ എന്താ പറയാ കഴിഞ്ഞോ? നീ കപ്പൂടിനെ ഒന്നും വേസ്റ്റ് ആക്കാൻ കഴിക്കാം. കുട്ടികളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. മനു ഫുള്ള് തീർത്തു. ഇത് നല്ലോണം വയറ് നിറയണ്ടല്ലേ? വിശപ്പ് മാറും വേഗം.